ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2018 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വർഷം ടോട്ടൽ 11 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ചോദ്യം, ദ ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n+3. What is the first term of the sequence? What will be the remainder if the terms of the sequences are divided by 5? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+3 ആണ്. ഇതിലെ ആദ്യ പദം എന്താണ്? ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപമാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 5n+3. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബേസ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്ന് പറയുന്നത് an+b എന്ന ഫോർമാറ്റിലായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഈസി ആയിട്ട് ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ്. ഇവിടെ എന്നിന്റെ കൂടെയുള്ള സംഖ്യ a, അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം a. ഇനി ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എങ്ങനെയാണ് കാണുക? ഈ n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്താണ്? a+b. ഇവിടെ മൈനസ് ആണെങ്കിൽ a-b. ഓക്കെ, അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒരു ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആൾജിബ്രായിക് ഫോമിൽ നിന്നും ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? എന്നിന്റെ കൂടെയുള്ള സംഖ്യ എത്രയാ? 5. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയായിരിക്കും? n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്താ? 5+3. 5ഉം 3ഉം കൂട്ടിയാൽ 8. ഓക്കെ, അപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ആൾജിബ്രായിക് ഫോമിൽ നിന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്? അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യ പദം ഏതാണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 5+3 = 8. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ദ ടേംസ് ഓഫ് ദ സീക്വൻസസ് ആർ ഡിവൈഡഡ് ബൈ 5? ഈ ശ്രേണിയിലെ പദങ്ങളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ്? ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങളെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു തിയറം പഠിക്കുന്നുണ്ട്. എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അതിന്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടങ്ങൾ അഥവാ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യ പദമാണ് 8. അപ്പൊ നമുക്ക് 8നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമായിരിക്കില്ലേ ഉത്തരം? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ് 8. അപ്പൊ 8നെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിക്കാം. 8ൽ എത്ര 5 ഉണ്ട്? 1. 1 ഗുണിക്കണം 5, 5. 8ൽ നിന്നും 5 പോയാൽ എത്രയാ? 3. അതായത് ഉത്തരം എത്രയാണ്? റിമൈൻഡർ അഥവാ ശിഷ്ടം 3 ആണ്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം എത്ര തന്നെയാണ് കിട്ടുക? 3 തന്നെയാണ് കിട്ടുക. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. There are 20 terms in an arithmetic sequence. Sum of the first and last terms is 88. What is the sum of the second and 19th term? 20 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും 20ാം പദവും കൂട്ടിയാൽ 88 കിട്ടും.
രണ്ടാം പദവും 19ാം പദവും കൂട്ടിയാൽ എത്ര കിട്ടും? ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ തേർഡ് പാർട്ടില് 3 തിയറംസ് പഠിച്ചിരുന്നു. അതിലെ ഏറ്റവും ലാസ്റ്റ് തിയറം എന്തായിരുന്നു? അത് കാണാത്തവർക്കായിട്ട് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. ഏതായിരുന്നു ആ മൂന്നാമത്തെ തിയറം? ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻസ് then the sum of the terms at each pair is the same. എന്താ പറയുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 സ്ഥാനങ്ങളുടെ തുക മറ്റു 2 സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 20 പദങ്ങളാണ്. അതിലെ ഫസ്റ്റ് പദവും ലാസ്റ്റ് പദവും, അതായത് ഒന്നാമത്തെ പദവും ഫസ്റ്റ് ടേം ഒന്നാമത്തെ പദവും അതുപോലെ 20th ടേം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 20th ടേം 20ാമത്തെ പദമാണ്. 20th ടേമും കൂട്ടിയാൽ 88 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദവും 19th ടേം അഥവാ 19ാം പദവും കൂട്ടിയാൽ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ച തിയറം പറയുന്നത് എന്താണ്? ഒരു 2 ടേംസ്, ഈ 2 ടേംസിന്റെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങളുടെ തുക. ഇപ്പൊ ഇവിടെ എത്രയാ? 1ഉം 20ഉം കൂട്ടിയാൽ 21. ഇവിടെയോ 2ഉം 19ഉം കൂട്ടിയാൽ 21. ഓക്കെ, അപ്പൊ സ്ഥാനങ്ങളുടെ ഇങ്ങനെ 2 പെയേഴ്സിന്റെ സ്ഥാനങ്ങൾ പൊസിഷൻസിന്റെ തുക തുല്യമാണെങ്കിൽ ആ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. ഇവിടെ 1ഉം 20ഉം കൂട്ടിയപ്പോൾ 21, ഇവിടെ 2ഉം 19ഉം കൂട്ടിയപ്പോൾ 21. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെയും 20ാമത്തെയും പദം കൂട്ടിയാൽ 88 ആണെങ്കിൽ രണ്ടാമത്തെയും 19ാമത്തെയും പദം കൂട്ടിയാലും 88 ആയിരിക്കും. ഓക്കെ, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏത് 2 പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങളുടെ തുക കൂട്ടിയാലും 21 ആണോ എങ്കിൽ അവയുടെ പദങ്ങളുടെ തുക 88 ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ തേർഡ് ടേമും, ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തേർഡ് ടേമും അതുപോലെ 18th ടേമും കൂട്ടിയാലാണ് എങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം 18 3ഉം കൂട്ടിയാൽ എത്രയാ? 21 അല്ലെ? 21 ആണ്. അങ്ങനെയെങ്കിൽ ഇവയുടെ സം എത്രയാ? 88 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അതാണ് നമ്മൾ ആ തിയറത്തിൽ പഠിക്കുന്നത്. അപ്പൊ ആ തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സെക്കൻഡ് ആൻഡ് 19th ടേം എത്രയാണ്? 2ഉം 19ഉം കൂട്ടിയാലും 21 ആണ്. സോ സം എന്ന് പറയുന്നത് 88. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം. ഇഫ് ദ 10th ടേം ഈസ് 42, 10ാമത്തെ പദം 42 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് 11th ടേം? 11ാം പദം എത്രയാണ്? 11th ടേം അഥവാ 11ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതും നമുക്ക് ഈ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇവിടെ 10 ആണ്, ഇവിടെ 11 ആണ്. 10ഉം 11ഉം കൂട്ടിയാൽ എത്രയാ? 21 അല്ലേ? അതായത് 10th ടേമും 10ാമത്തെ പദവും 11ാമത്തെ പദവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 88 എന്ന് ഉത്തരം കിട്ടും. കാരണം എന്താണ്? ഈ 2 ടേംസിന്റെയും പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത് 21 ആണ്. 10ഉം 11ഉം കൂട്ടിയാൽ 21. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ തിയറ പ്രകാരം 10th ടേം 10ാം പദവും അതുപോലെ 11th ടേം 11ാം പദവും കൂട്ടിയാൽ 88 ആണ് നമ്മുടെ തിയറ പ്രകാരം. ഓക്കെ, ഇതിലെ 10ാം പദം 42 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് 11ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അതുപോലെ എഴുതുന്നു. ഈക്വൽ ടു 88. ഇനി ഇതിൽ നിന്നും നമുക്ക് 11th ടേം കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? 11th ടേം ഈക്വൽ ടു 88. ഈ പ്ലസ് 42 ഈ സൈഡിലേക്ക് വന്നാൽ മൈനസ് 42. എത്ര വന്നു? 46. 88ൽ നിന്നും 42 പോയാൽ 46. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 11ാം പദം എത്രയാണ്? 46. ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ ആ തിയറം യൂസ് ചെയ്ത് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ബി ക്വസ്റ്റ്യനിൽ 10th ടേം അഥവാ 10ാം പദം 42 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 11ാം പദം അതായത് 10ാം പദത്തിന്റെ തൊട്ടടുത്ത പദം 46 ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്ത ടേംസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഇവിടെ 42 കഴിഞ്ഞ് 46 അല്ലെ? അപ്പൊ ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടിയില്ലേ? ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കാണാം? 46 നിന്നും 42 കുറച്ചാൽ മതി. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11th ടേം അഥവാ 11ാം പദത്തിൽ നിന്നും 10ാം പദം കുറച്ചാൽ പോരെ? 10th ടേം. 11th ടേം എത്രയാ? 46 10th ടേം 42. 46 നിന്നും 42 പോയാൽ 4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ആദ്യ പദം എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെയാണ് കാണുക? nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് അഥവാ n-ാം പദത്തിന്റെ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ കാണുന്നത്. nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 10th ടേം അറിയാം, 11th ടേം അറിയാം അല്ലെ? അപ്പൊ നമുക്ക് 10th ടേം എടുക്കാം. nth ടേമിന്റെ സ്ഥാനത്ത് നമുക്ക് 10th ടേം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 10ാം പദം ഈക്വൽ ടു 10th ടേം എത്രയാണ്? 42. ഇനി 10th ടേമിനെ nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? f പ്ലസ് n എന്ന് പറയുന്നത് എന്താണ്? 10. കാരണം 10ാമത്തെ പദമല്ലേ? അപ്പൊ n-ന്റെ സ്ഥാനത്ത് 10 എന്ന് എഴുതുന്നു. മൈനസ് 1 ഇൻറ്റു d എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 42. f പ്ലസ് 10ൽ നിന്ന് 1 പോയാൽ 9. 9 ഗുണിക്കണം 4 36 ഈക്വൽ ടു 42. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചൂടെ? f ഈക്വൽ ടു 42. ഈ പ്ലസ് 36 ഈ സൈഡിലേക്ക് വന്നാൽ മൈനസ് 36. 42ൽ നിന്ന് 36 പോയാൽ 6. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 6. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Consider the numbers between 100 and 300 which leave remainder 2 on division by 3. 100നും 300നും ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകൾ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ 100ന്റെയും 300ന്റെയും ഇടയിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ഒരു സീക്വൻസ് എഴുതാം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ 100, 101, 102, 103, 104, 105 എക്സെട്ര. എത്ര വരെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? 300 വരെ. ഓക്കെ, ഇപ്പൊ 100 മുതൽ 300 വരെയുള്ള സംഖ്യകളാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ സീക്വൻസ് ഓഫ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കണം? 100ന്റെയും 300ന്റെയും ഇടയിലായിരിക്കണം. ആ നമ്പേഴ്സിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അഥവാ റിമൈൻഡർ 2 കിട്ടണം. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ 100നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, അത് കഴിഞ്ഞാൽ 101നെ 3 കൊണ്ട് ഹരിക്കുക, 102നെ 103നെ 104നെ 105നെ ഒക്കെ 3 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടുപിടിക്കൽ പ്രാക്ടിക്കബിൾ അല്ല അല്ലെ? അപ്പൊ അതിന് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താണ്? നമ്മൾ ഇതിന് മുൻപത്തെ ചോദ്യത്തിലൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. ഓക്കെ, എന്താണ് ആ ട്രിക്ക്? ആദ്യം തന്നെ ഫസ്റ്റ് സംഖ്യനെ 3 കൊണ്ട് ഹരിക്കുക. അതായത് 100നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. 100 ഹരിക്കണം 3. 1ൽ 3 ഉണ്ടോ? ഇല്ല. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 ഗുണിക്കണം 3 9. 10ൽ നിന്നും 9 പോയാൽ 1. 0 ഇറക്കി എഴുതി. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 ഗുണിക്കണം 3 9. 10ൽ നിന്ന് 9 പോയാൽ 1. അതായത് 100നെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാ? 1 ആണ്. അപ്പൊ നമുക്ക് 100നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടി. ഓക്കെ, ഹരണം അറിയാത്തവർക്കായിട്ട് ഹരണത്തിന്റെ ബേസ് മുതൽ ഹരണത്തിന്റെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പൊ 100നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നും ഹരിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. റിമൈൻഡേഴ്സ് ഓരോ നമ്പേഴ്സിനെയും 3 കൊണ്ട് ഹരിച്ച് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താണ്? ഇവിടെ 1 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? 3
അല്ലെ? 3ന്റെ സ്ഥാനത്ത് നമ്മൾ 0 എന്ന് ഇട്ട് കൊടുക്കണം. കാരണം ഇവിടെ നമ്മൾ ഓരോ നമ്പേഴ്സിനെയും 3 കൊണ്ടാണ് ഹരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 എന്ന് വരുമ്പോൾ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി വീണ്ടും റിപ്പീറ്റർ 1, 0 കഴിഞ്ഞാൽ 1 അല്ലെ? 1, 2, 3ന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുന്നു. അടുത്തത് 106, 107, 108 എക്സെട്ര. 106ന്റെ സ്ഥാനത്ത് 106നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 0 കഴിഞ്ഞാൽ 1. ഇനി 107നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 2. 108നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, ഇവിടെ 3 വരേണ്ടത്, പക്ഷെ 3 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്, അതുകൊണ്ട് എത്ര വരും? 0. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ്ലി അങ്ങനെ 1, 2, 0, 1, 2, 0, 1, 2, 0 ആ ഒരു രീതിയിൽ അത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ നമ്പേഴ്സിനെയും എടുത്ത് 3 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യണം? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതായത് ഒരു ശ്രേണി കണ്ടുപിടിക്കണം. എന്തായിരിക്കണം ആ ശ്രേണിയുടെ പ്രത്യേകത? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്ന ശ്രേണിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് 2 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സ്? 1 101, രണ്ടാമത്തത് 104, മൂന്നാമത്തത് 107. ഓക്കെ, ഇനി ഇവിടുന്ന് ലാസ്റ്റ് ഇങ്ങോട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കണം. കാരണം ഇവിടെ ലാസ്റ്റ് നമ്പർ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 300ന്റെ പിന്നിലായിട്ട് 299, 298, 297, 296, ഓക്കെ എക്സെട്ര. അപ്പോ നമുക്ക് ആദ്യം തന്നെ 100നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് ഈ ലാസ്റ്റ് നമ്പറിനെയും 3 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടുപിടിക്കണം. എങ്കിലാണ് നമുക്ക് അതിന്റെ പിന്നിലേക്ക് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. 300നെ 3 കൊണ്ട് ഹരിക്കുന്നു. 3ൽ എത്ര 3 ഉണ്ട്? 1. 1 ഗുണിക്കണം 3, 3. 3ൽ നിന്ന് 3 പോയാൽ 0. ബാക്കി പൂജ്യങ്ങൾ നമ്മൾ മുകളിലേക്ക് എഴുതും. ഓക്കെ, അപ്പൊ 300നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലെ ശിഷ്ടം എത്രയായിരിക്കും? 0ത്തിന്റെ പിന്നിൽ എത്രയാ വരുന്നത്? 2. അതിന്റെ പിന്നിൽ എത്രയായിരിക്കും? 1. അതിന്റെ പിന്നിലോ? 0. പിന്നെ 2. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 299 എന്നൊരു സംഖ്യ കിട്ടി. അതായത് 299നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ്. അതിന്റെ പിന്നിലായിട്ട് 296 എന്നൊരു സംഖ്യ കിട്ടി. 296നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ആ ഒരു സീക്വൻസ് എഴുതാം. ഏതാണ്? 101, 104, 107 എക്സെട്ര. 296, 299. ഓക്കെ, അപ്പൊ ഈ ഒരു സീക്വൻസ് അഥവാ ഈ ഒരു ശ്രേണിയാണ് നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ശ്രേണിയിൽ നിന്നാണ് ഇനി നമുക്ക് 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ശ്രേണി കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? 100ന്റെയും 300ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആണ് ആ ശ്രേണിയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി എന്താണ് പ്രത്യേകത? ഓരോ നമ്പേഴ്സിനെയും, അതായത് ആ ശ്രേണിയിലെ ഓരോ നമ്പേഴ്സിനെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ 100നെ 3 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമ്പേഴ്സിന്റെ ശിഷ്ടങ്ങൾ അഥവാ റിമൈൻഡേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം 2 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സിനെ മാത്രമാക്കി നമ്മൾ ഒരു സീക്വൻസ് അഥവാ ഒരു ശ്രേണിയാക്കി എഴുതുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദി സീക്വൻസ്? അതായത് ഈ സീക്വൻസിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? 101. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദി സീക്വൻസ്? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ലാസ്റ്റ് നമ്പർ ഏതാ? 299. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദർ ഇൻ ദി സീക്വൻസ്? അതായത് ഈ സീക്വൻസിൽ ടോട്ടൽ എത്ര ടേംസുകൾ അഥവാ എത്ര പദങ്ങൾ അല്ലെങ്കിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ എത്ര ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു L-F/D പ്ലസ് 1. ഇതിലെ L എന്ന് പറയുന്നത് എന്താണ്? ആ അരിത്മെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം, അവസാന പദം. F എന്താണ്? ഫസ്റ്റ് ടേം, ആദ്യ പദം. D എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം, പ്ലസ് 1. ഓക്കെ, അപ്പൊ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് ടേം 299 ആണ്. ഫസ്റ്റ് ടേം എത്രയാ? 101 ആണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്?
അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. കോമൺ ഡിഫറൻസ് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 104 നിന്നും 101 പോയാൽ എത്രയാണ്? 3. ഇനി നമുക്ക് എല്ലും എഫും ഡിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 299 മൈനസ് 101 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. ഇനി 299 നിന്നും 101 പോയാൽ എത്രയാണ്? 198 ഹരിക്കണം 3 പ്ലസ് 1. 198 ഹരിക്കണം 3 എത്രയാണ്? 66 പ്ലസ് 1 എത്രയാ? 66 പ്ലസ് 1 67. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ സീക്വൻസ്. അതായത് 101 മുതൽ 299 വരെയുള്ള ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ സംഖ്യകളുടെയും സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആദ്യ പദവും ലാസ്റ്റ് ടേം അവസാന പദവും തന്നിട്ടുണ്ടെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സം ഈക്വൽ ടു n/2 ഇൻറ്റു എൽ പ്ലസ് എഫ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ ഉണ്ട് എന്നാണ്. അത് നമ്മളിവിടെ മൂന്നാമത്തെ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര പദങ്ങളുണ്ട്? 67 പദങ്ങളുണ്ട്. ലാസ്റ്റ് ടേം 299 ആണ്. ഫസ്റ്റ് ടേം 101 ആണ്. നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈക്വൽ ടു n എത്രയാണ്? 67/2 ഇൻറ്റു എൽ എത്ര? ലാസ്റ്റ് ടേം 299, ഫസ്റ്റ് ടേം 101. ഇനി 67 ഹരിക്കണം 2 ഇൻറ്റു 299 101 കൂട്ടിക്കഴിഞ്ഞാൽ 400. ഇനി 400ന്റെ പകുതി എത്രയാണ്? 400 ഹരിക്കണം 2 ചെയ്തൂടെ? 400ന്റെ പകുതി എത്രയാണ്? 200. അപ്പൊ 67 ഗുണിക്കണം 200. 67 ഗുണിക്കണം 200 എത്രയാണ്? 13,400. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 101 മുതൽ 299 വരെയുള്ള ടേംസ് അഥവാ പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 13,400 ആണ് കിട്ടുക. സമ്മ് കണ്ടുപിടിക്കാനുള്ളത് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഈ ഒരു പാഠത്തിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നില്ല. ഇത് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഈ ഒരു ചോദ്യം വന്നപ്പോൾ ചെയ്തു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. ഇത്രയും ചോദ്യങ്ങളാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2018 SSLC ഫൈനൽ എക്സാമിന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2017 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.